യേശുവിലേറ്റവും പ്രിയമുള്ള പ്രിയ മാതാപിതാക്കളെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, പ്രിയ കുഞ്ഞുമക്കളെ, രാവിലെ ഉണരുമ്പോൾ തന്നെ ഈ വാഗ്ദത്ത വചനം കേട്ട് ദൈവം നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ വാഗ്ദത്ത വചനം അച്ഛന് മനസ്സിലേക്ക് കടന്നു വന്ന ഒരു ഭാഗം, ഞാൻ ആരാണ്, എന്താണ് എൻ്റെ വ്യക്തിത്വം. ഞാൻ ഇന്നലെ രാത്രി ഞാൻ ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വലിയൊരു ഫേമസ് എഴുത്തുകാരനായ ജെറി ബ്രിഡ്ജസ് പങ്കുവച്ചൊരു ഒന്നുണ്ട് കാര്യങ്ങളുണ്ട്. ഞാൻ ആരാണ് അച്ഛൻ, അത് പറയാൻ കേട്ടോ. ഇദ്ദേഹത്തിൻ്റെ ഭാഷയിൽ ഞാനൊരു സൃഷ്ടി മാത്രം. ഒന്ന് അപ്പം സൃഷ്ടിയാണ്. ഈ രണ്ടാമത്, ഞാൻ എപ്പോഴും ക്രിസ്തുവിലാകുന്നു. മൂന്നാമത്, ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ മകൻ എന്ന രീതിയിൽ ഞാൻ നീതീകരിക്കപ്പെടുന്നു. അടുത്ത, ഞാൻ ദൈവത്തിൻ്റെ ദത്തെടുക്കപ്പെട്ട പുത്രനാണ്, പുത്രിയാണ്. അപ്പം ഞാൻ ദൈവത്തെ സ്വന്തമാണ്, എന്നെ അവൻ ദത്തെടുത്തിരിക്കുന്നു. അടുത്തായിട്ട്, ഞാൻ ഒരു പുതിയ സൃഷ്ടിയാണ്. നമുക്കൊരിക്കലും പഴയ വ്യക്തിയാവാൻ സാധിക്കില്ല. എപ്പോഴും ഞാനിങ്ങനെ മാറിക്കൊണ്ടിരിക്കണം, പുതിയ വ്യക്തിയാകണം. അതുപോലെ തന്നെ ഞാൻ വിശുദ്ധനാണ്, അങ്ങനെ പറയണം. അപ്പോൾ എനിക്ക് ഭയങ്കര പോസിറ്റീവ് ഇത് കിട്ടും. അപ്പോൾ എപ്പോഴും എന്നോട് തന്നെ പറയണം, ഞാൻ ബലഹീനതും പാപിയൊക്കെയാണ്, എന്നാലും ദൈവത്തിൻ്റെ കൂടെ ആകുമ്പോൾ, ദൈവത്തിലാകുമ്പോൾ ഞാൻ വിശുദ്ധനാണ്, വിശുദ്ധയാണെന്ന് പറയണം. അതുപോലെ തന്നെ മറ്റൊരു ചിന്ത അദ്ദേഹം പങ്കുവയ്ക്കുന്നത്, ഞാൻ യേശു ക്രിസ്തുവിൻ്റെ ദാസനാണ്, ദാസിയാണ്. അപ്പോൾ ദാസൻ ദാസി എന്ന ചിന്തയിൽ തമ്പുരാൻ എന്നാ പറയുന്നത് കേൾക്കാനും ചെയ്യാനും ഞാൻ റെഡിയാണ് ചിന്ത വേണം. അതുപോലെ തന്നെ ഞാൻ ഇതുവരെ പൂർണ്ണനല്ല, എനിക്ക് ഇനി ഒത്തിരി വളരുവാനുണ്ട്, ഉയരുവാനുണ്ട്, എൻ്റെ ജീവിതത്തിൽ പലതും പൂർത്തീകരിക്കാനുണ്ട്. പ്രൈസ് ദി ലോർഡ്. എങ്കിൽ ഇന്ന് പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഈ വചനം ധ്യാനിച്ചുകൊണ്ട് വളരെ പോസിറ്റീവായി സന്തോഷത്തിരിക്കുവാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് വാഗ്ദത്ത പേടകം. നിങ്ങളുടെ നിയോഗം സമർപ്പിച്ച് ഇത് നിങ്ങൾ സമർപ്പിച്ച നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും അൾത്താരയിലേക്ക് അച്ഛൻ സമർപ്പിക്കുന്നു. അച്ഛന് ഈശോയുടെ ആശീർവാദം തരാം. നമ്മുടെ കർത്താവായ ശംശാകൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.